Hi friends, welcome to English Mithra. ഞാൻ ഇവിടെ ഒരു ബോർഡിൽ ഒരു സെന്റൻസ് എഴുതി വെച്ചിട്ടുണ്ട്. പഠിച്ചില്ലെങ്കിൽ അവൾ പരീക്ഷയ്ക്ക് തോറ്റുപോകും. പഠിച്ചില്ലെങ്കിൽ അവൾ പരീക്ഷയ്ക്ക് തോറ്റുപോകും. ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? പഠിക്കുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് അറിയാം, നമുക്ക് പരീക്ഷയുടെ ഇംഗ്ലീഷ് അറിയാം, തോക്കുക എന്നുള്ളതിന്റെ എല്ലാം ഇംഗ്ലീഷ് അറിയാം. പക്ഷെ ഇതെല്ലാം കൂട്ടി എങ്ങനെ ഒരു സെന്റൻസ് ആക്കും അല്ലേ? കുറച്ച് കൺഫ്യൂസിങ് ആണ്. പ്രത്യേകിച്ച് ഈ എങ്കിൽ എന്ന വാക്ക് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് കൺഫ്യൂഷനാണ് ഇവിടെ എന്ത് വാക്ക് ചേർക്കും എന്നുള്ളത്. അപ്പം നമുക്കിതൊന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കിയാലോ? അപ്പം ഇവിടെ ഇങ്ങനത്തെ സെൻറ്റൻസ്, അതായത് ഈ എങ്കിൽ എന്ന വാക്ക് വരുന്ന സെൻറ്റൻസിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും സെൻറ്റൻസിൽ. ഒന്ന്, ഒരു ആക്ഷൻ ഉണ്ടായിരിക്കും, രണ്ട്, ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും. ആക്ഷൻ ഉണ്ടായിരിക്കും, റിസൾട്ട് ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ എന്താണെന്നല്ലേ? അതായത് ഇന്ന കാര്യം ചെയ്തെങ്കിൽ അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇങ്ങനത്തെ സെൻറ്റൻസിൽ ഇങ്ങനെയാണ് പറയുന്നത് അല്ലേ? നീ പഠിച്ചില്ലെങ്കിൽ നീ പരീക്ഷ പാസ്സാകില്ല, അല്ലെങ്കിൽ നീ പഠിച്ചാൽ നീ പരീക്ഷ പാസ്സാകും. അതായത് ഇന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാകും എന്നാണ് ഈ ടൈപ്പ് സെൻറ്റൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ആക്ഷനും ഉണ്ടായിരിക്കും, ഒരു റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്ത് ആക്ഷൻ എന്താണ്, ഇതിനകത്ത് റിസൾട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതിനകത്ത് ആക്ഷൻ എന്താണ്? പഠിച്ചില്ലെങ്കിൽ അവൾ പരീക്ഷ തോറ്റുപോകും. എന്ത് ചെയ്തില്ലെങ്കിലാണ് തോറ്റുപോകുമെന്ന് പറയുന്നത്? പഠിച്ചില്ലെങ്കിൽ. അപ്പം പഠിച്ചില്ലെങ്കിൽ എന്നുള്ളതാണ് നമ്മുടെ എന്ത്? ആക്ഷൻ. പഠിച്ചില്ലെങ്കിൽ അതാണ് നമ്മുടെ ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി റിസൾട്ട് എന്താണ്? അവൾ പരീക്ഷയ്ക്ക് തോറ്റുപോകും. അതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ ഈ സെൻറ്റൻസിന് നമുക്ക് രണ്ട് ഭാഗങ്ങൾ കിട്ടി. ഇനി എങ്ങനെ നമ്മൾ സെൻറ്റൻസ് ഫോം ചെയ്യും? വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ആദ്യം എഴുതേണ്ടത് ഈ എങ്കിൽ എന്ന വാക്കാണ്. ഈ എങ്കിൽ എന്ന വാക്കിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? നമ്മൾ ഇഫ് എന്ന് പറയും. അപ്പം നമ്മൾ ആദ്യം ഇഫ് എന്ന് എഴുതും. എങ്കിൽ എന്നുള്ളതിന് പകരം നമ്മൾ ഇഫ് എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത്. ഈ ടൈപ്പ് സെൻറ്റൻസുകളിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് ഇഫ് എന്ന വാക്കാണ്. ഇഫ് നമ്മൾ എന്തിന് പകരമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? ഈ സെൻറ്റൻസിലെ എങ്കിൽ എന്ന വാക്കിന് പകരമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആക്ഷൻ എഴുതും. എന്താണ് നമ്മുടെ ആക്ഷൻ? പഠിച്ചില്ലെങ്കിൽ. പഠിച്ചില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ആര് പഠിച്ചില്ലെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്? അവൾ തോറ്റുപോകും എന്നാണ് പറയുന്നത്. അപ്പം അവൾ പഠിച്ചില്ലെങ്കിലുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളത് എഴുതുക. ഇഫ് ഷീ, അവളുടെ കാര്യമല്ല നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം അവളുടെ പേര് എഴുതുക, അല്ലെങ്കിൽ അവളെന്ന് എഴുതുക, ഷീ. ഇഫ് ഷീ, അവൾ പഠിച്ചില്ലെങ്കിൽ അപ്പം നമ്മൾ അതിനെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പഠിച്ചില്ലെങ്കിൽ. ഇഫ് ഷീ ഡസൻറ്റ് സ്റ്റഡി എന്നാണ് പറയാം. ഇഫ് ഷീ ഡസൻറ്റ് സ്റ്റഡി, അവൾ പഠിച്ചില്ലെങ്കിൽ ഇഫ് ഷീ ഡസൻറ്റ് സ്റ്റഡി. ഓക്കെ, പഠിച്ചില്ല എന്നുള്ളതിന് ഡസൻറ്റ് സ്റ്റഡി എന്നാണ് പറയുന്നത്. പഠിച്ചില്ലെങ്കിൽ എന്നുള്ളതിനാണ് നമ്മളിവിടെ ഇഫ് യൂസ് ചെയ്തിരിക്കുന്നത്. അവൾ പഠിച്ചില്ലെങ്കിൽ ഇഫ് ഷീ ഡസൻറ്റ് സ്റ്റഡി. അതിനുശേഷം റിസൾട്ട് എന്താണെന്ന് എഴുതുക. എന്താണ് റിസൾട്ട്? അവൾ പരീക്ഷയ്ക്ക് തോറ്റുപോകും. അവൾ പരീക്ഷയ്ക്ക് തോറ്റുപോകും. നമ്മൾ അവളെക്കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പം അവൾ എന്നുള്ളത് ആദ്യം എഴുതുക. ഷീ എന്ത് ചെയ്യുന്ന പറയുന്നത്? പരീക്ഷയ്ക്ക് തോറ്റുപോകും എന്നാണ് പറയുന്നത്. തോറ്റുപോകും എന്ന് നമ്മൾ എങ്ങനെ പറയും? ഷീ വിൽ ഫെയിൽ. തോറ്റുപോകും, വിൽ ഫെയിൽ. എന്ത് തോറ്റുപോകും? എക്സാം അല്ലേ? പരീക്ഷയ്ക്ക് തോറ്റുപോകും. ഷീ വിൽ ഫെയിൽ ദി എക്സാം. സോ അവൾ പഠിച്ചില്ലെങ്കിൽ അവൾ പരീക്ഷയ്ക്ക് തോറ്റുപോകും. ഇഫ് ഷീ ഡസൻറ്റ് സ്റ്റഡി ഷീ വിൽ ഫെയിൽ ദി എക്സാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എങ്കിൽ എന്ന് പറയുന്ന സെൻറ്റൻസിനെ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. എങ്കിൽ എന്നുള്ള വാക്കിന് പകരമാണ് നമ്മളിവിടെ ഇഫ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിൾ അല്ലേ? ഇപ്പോൾ ഈ പഠിപ്പിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും സിമ്പിളായിട്ടും പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബയോയിൽ ഞങ്ങളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സിൻ്റെ വിശദവിവരങ്ങൾ കളക്ട് ചെയ്യാവുന്നതാണ്. ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര.